സ്കിപ്പ് ചെയ്യല്ലേ. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണണം. ഒരു അത്യാവശ്യ കാര്യം നിങ്ങളെടുത്ത് ഓരോരുത്തരെടുത്തും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഉപജീവന മാർഗമാണ് ഈ കൃഷ്ണനവര എന്ന് പറയുന്ന സംഭവം അല്ലേ. നിങ്ങൾക്കും അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അന്നമാണ് കണ്ണൻ, എൻ്റെ അന്നമാണ് കണ്ണൻ എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളത് നിങ്ങളൊക്കെ കേൾക്കാറില്ലേ. അപ്പം എൻ്റെ ഉപജീവന മാർഗമായതുകൊണ്ട് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ എൻ്റെ നമ്പർ പബ്ലിക്കാക്കി കൊടുത്തത്. അത് വിളിച്ചാൽ കിട്ടൂല, ആര് വിളിച്ചാലും താങ്കൾ വെയിറ്റിങ്ങിലാണെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അത് ബിസിയാക്കിയിട്ടതാണ് സംഭവം. അപ്പോൾ വാട്സപ്പിൽ എന്നെ മെസ്സേജ് അയച്ചാൽ പറ്റും. അപ്പം വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിലവിൽ ഇത് നമ്പർ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ഡേ എനിക്ക് വന്ന കോള് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോ ആവോ? 81 29 17 17 21 68 13 പ്രാവശ്യമാണ് വിളിച്ചത്. 81 29 17 21 68 ഒരു നൗഷാദ്. അപ്പോൾ ഈ നൗഷാദിന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. ഏതോ ഒരു പയ്യൻ്റെ ഫോട്ടോ ആണ് നൗഷാദ് വെച്ചിരിക്കുന്നത്. നൗഷാദിൻ്റെ ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ പൊന്നാര മോളെ ഭർത്താവിനെ എന്ന് സൂക്ഷിച്ച് വെച്ചാൽ നിനക്ക് കൊള്ളാം. ദേ നൗഷാദിൻ്റെ മിസ് കോളാണ് കാണുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവൾക്ക് മറുപടിയില്ല. അടുത്തതായിട്ട് 80 89 86 38 35 ഒരു എസ് ഹായ് ജസ്ന എന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ എന്തിനാണ്? അതേപോലെ വീഡിയോ കോൾ ചെയ്യുന്നൊരു മഹത് വ്യക്തിയാണ്. ആ മഹത് വ്യക്തിയുടെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 86 06 33 48 35. ഈ നമ്പറൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ഭാര്യയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നൗഷാദ് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത്. ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ നൗഷാദിന് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പം പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഞാൻ ഈ നമ്പർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ നൗഷാദിനെ പോലെയുള്ള ആൾക്കാരുടെ ഭാര്യയോ ഉമ്മയോ ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ നമ്പറിൽ മുഴുവനവും മെസ്സേജ് അയക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് അറ്റൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ണിൻ്റെ മുമ്പ് കണ്ടില്ലേ. എന്താ വെച്ചാൽ ഒന്ന് കൊത്തി നോക്കുക, കൊത്ത് കിട്ടുമോയെന്ന്. പക്ഷേ ഇപ്പം കൊത്ത് കിട്ടിയല്ലോ നൗഷാദേ. ഈ നൗഷാദിൻ്റെ ഭാര്യ ആയാലും നൗഷാദിൻ്റെ ഉമ്മയായാലും പെങ്ങളായാലും ആര് തന്നെ ആയാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഉപജീവന മാർഗമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ കൊടുത്തത്. ഈ നൗഷാദ് മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഗൾഫ് നമ്പറാണ് 97 15 07 52 85 60. ഈ ആരതോ എന്തോ 63 82 46 67 21. ഇതൊക്കെ മിക്കതും മുസ്ലിംസ് ആൾക്കാരാണ്. അപ്പം മുസ്ലിം നാമധാരികളാണ് ഇവർ. മുസ്ലിം ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവരുടെ പ്രൊഫൈലൊക്കെ മുസ്ലിം നാമം പേരാണ് കാണുന്നത്. അപ്പം ഇവർക്കൊന്നും ഫോട്ടോ ആവശ്യമില്ല. പക്ഷേ ഫോട്ടോയുടെ ഡീറ്റെയിൽ ആണ് ഇവർക്ക് അറിയേണ്ടത്. അയാൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഫോട്ടോ ഒന്നും വേണ്ടില്ല, നിങ്ങളെ വരക്കണ ഫോട്ടോ ഉണ്ടല്ലോ, അത് എന്താണ് ഈ ഒന്നിന്റെ വില, റേറ്റ് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നമുക്ക് വേണ്ടിയാണ് കേട്ടോ. ഒന്നും കൂടി നിങ്ങളുടെ ഫോട്ടോ ഒന്നും വേണ്ടില്ല, നിങ്ങളെ വരക്കണ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ വേണമെന്ന്. ഈ ഫോട്ടോ വേണമെന്ന് പറയുന്ന ആളുടെ പേര് കാണണോ? കരീം. അതാ സംഭവം. ഇവർക്കാർക്കും ഫോട്ടോയും സംഭവങ്ങളൊന്നും വേണ്ട. ഇവർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കുക. കൊത്തുമ്പോൾ തിരിച്ച് കൊത്തുമെന്ന് പറയാൻ കുറേ മെസ്സേജൊക്കെ അയച്ചിട്ട് ഇതേ ഡിലീറ്റ് ചെയ്താഞ്ഞതായി ഈ കരീം. ഈ കരീമിൻ്റെ വൈഫ് കാണുന്നുണ്ടെങ്കിൽ പൊന്നാര താത്താ കാക്ക കൈവിട്ട് പോയിട്ടോ. അപ്പോൾ ഇതേപോലെ
കൈവിട്ട് പോയ കുറേ താത്താമാരും കാക്കാമാരും ഉണ്ട്. താത്താമാരെ കൂട്ടണ്ട, കാക്കാമാർ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇനി മേല എൻ്റെ നമ്പർ കണ്ടിട്ട് കൊത്താനായിട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ നമ്പർ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞ് ചെയ്തത്. അപ്പോൾ ഈ നൗഷാദിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എന്തിനെ വിളിക്കുകയാണ് 32 പ്രാവശ്യവും 42 പ്രാവശ്യമൊക്കെ, ഒരുത്തൻ 23 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ആവശ്യത്തിന്? ഓൻ്റെ ആരെങ്കിലും ഇവിടെ ചത്ത് കിടക്കുന്നുണ്ടോ? ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വിവരം സംസാരിക്കാനാണ്. എന്നിട്ട് ഇവർ ചോദിക്കുന്നത് എന്താ, ഫോട്ടോ ഉണ്ടോ എന്ന്. മുസ്ലിംസ് കണ്ണന വെക്കൽ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊന്നല്ല സംഭവം, ഇവർക്ക് ഒരു സമയം പോക്ക്. അപ്പോൾ അതിനുള്ള സമയം ശരിക്കും ഞാനങ്ങ് പോക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ നൗഷാദിനെ പോലെയുള്ള ആൾക്കാരും കരീമിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വീട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ കാക്ക കൈവിട്ട് പോയി എന്നുള്ള വിവരം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കുകയാണ്. പറക്കുന്ന കാക്കയല്ല കേട്ടോ, ഈ കരീം കാക്ക, നൗഷാദ് കാക്ക എന്നിവരൊക്കെ കൈവിട്ട് പോയി എന്നുള്ള സംഭവം. അപ്പോൾ ഈ നൗഷാദിനെയൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മേ ബി എൻ്റെ ഒരാളെങ്കിലും ഉണ്ടാവും ആ നാട്ടിൽ എൻ്റെ വീഡിയോ കാണുന്നത്. ഇത്തരത്തിലുള്ള കോഴികളെ നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ സഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാൻ മേല. കാരണം ഇപ്പോൾ അവന് തിരിച്ച് വിളിച്ചിട്ട് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. എടുത്താലല്ലേ നമുക്കറിയാവൂ എന്തിനാണ് വിളിക്കുന്നതെന്നുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഒരു കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നമ്പർ കൊടുത്താൽ അതും എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്ന് കരുതി നടക്കുന്ന ആൾക്കാർ. അതിൽ ഞാൻ മതത്തെ പിടിച്ച് ഇതാക്കിയൊന്നുമില്ല. 99% മുസ്ലിം നാമധാരികളാണ്, മിക്കതും ഗൾഫിൽ നിന്ന്. എനിക്ക് മെനിയാന്ന് വന്നൊരു കോള്, അതും കൂടി ഞാൻ പറയാം. എപ്പോഴാണ് വന്നതെന്നറിയോ? 1:34 എനിക്ക് വന്നതാ. 8075 06 19 25 1:34 നട്ടപ്പൊലർച്ചക്ക് എനിക്ക് വന്ന കോളാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവരെന്നെ വിളിച്ചു നോക്കുക. എന്തൊരു കെയറാലേ, എന്നെക്കുറിച്ച് എന്നെ നോക്കാനൊക്കെ എത്ര ആൾക്കാരാണ്. ഭയങ്കര ലക്കി ഗേളാലേ ഞാൻ. 1:30ക്കും 2 മണിക്കൊക്കെ എന്നെ വിളിച്ചു നോക്കാൻ ആൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോടെ അങ്ങനെ? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, എനിക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ഏതായാലും നൗഷാദിൻ്റെ ഭാര്യയോ അല്ലെ കരീമിൻ്റെ ഭാര്യയോ ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവരെ അടുക്കി നിർത്തിയാൽ നിങ്ങളുടെ മക്കൾക്ക് തന്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരാമാർ കൈവെക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ആരോടും ഇവിടെ ഇല്ലാതായിപ്പോയത് അവരുടെ ഭാഗ്യം. എൻ്റെ നല്ല പച്ച തോന്നിവാസവും വിളിച്ച് പറയാറുണ്ട്. ഈ മറ്റേ ഞാൻ പറയല്ലേ, നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, നിൻ്റെ അമ്മയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അരുൺ എനിക്ക് വരുന്ന വാട്സപ്പ് കോളിലൊക്കെ മിക്കതും അരുണാണ് അറ്റൻഡ് ചെയ്യാറ്. ആണുങ്ങളെ സൗണ്ട് കേട്ടാൽ പിന്നെ ഇവർക്കൊന്നും പറയാനില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഒരു കാര്യം പിന്നെ അവർക്ക് പറയാനുണ്ടാവില്ല. ഏതായാലും ഈ വീഡിയോ ഞാൻ നൗഷാദിന് തന്നെ ഒന്ന് അയച്ചു കൊടുക്കും. നൗഷാദ് ഇനി മേല ഈ ജാതി പണിയെടുക്കരുത്. അതേപോലെ കരീമും ഒക്കെ ഈ ജാതി പണിക്ക് ഇനി വരരുത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറയാൻ, എൻ്റെ ഉപജീവന മാർഗമായതുകൊണ്ട് മാത്രമാണ് എൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ കൊടുത്തത്. ആർക്കെങ്കിലും കണ്ണിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം. അതെപ്പോഴും ഓർത്തിരിക്കുക, അത് മറന്നു പോകരുത്. ഓക്കെ.